ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വിൽപ്പനയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് നേരിട്ട അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഈ വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ വിൽപ്പന 13% ഇടിഞ്ഞത്. ായി 3,36,681 യൂണിറ്റുകളുടെ വിൽപ്പനയാണ് നടന്നതെന്ന് ടെസ്ല അറിയിച്ചു. 2024 ആദ്യ 3 മാസങ്ങളെ അപേക്ഷിച്ച് വിൽപ്പനയിൽ 50,000 വാഹനങ്ങളുടെ കുറവാണുണ്ടായത്. ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെതിരായ പ്രതിഷേധവും വിപണിയിൽ വർദ്ധിച്ചുവരുന്ന മത്സരവും വിൽപ്പനയിലെ ഇടിവിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. മസ്കിന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണനയങ്ങളെയും എതിർത്തവർ ടെസ്ലയ്ക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. ഷോറൂമുകൾക്ക് മുൻപിൽ പോലും ഇത് കണ്ടു. ഇതെല്ലാം വിൽപ്പനയെ ബാധിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തൽ. അടുത്ത കാലത്ത് വരെ എല്ലാ പാദങ്ങളിലും 20% മുതൽ 100% വരെ വാർഷിക വിൽപ്പന വളർച്ച റിപ്പോർട്ട് ചെയ്തിരുന്ന ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇടിവ്. ചൈനയിൽ നിന്നുള്ള കടുത്ത മത്സരവും ടെസ്ലയ്ക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. അമേരിക്കയ്ക്ക് ശേഷം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും വലിയ വിപണിയും ടെസ്ലയുടെ രണ്ടാമത്തെ വലിയ വിപണിയുമാണ് ചൈന. 2025 ആദ്യപാദത്തിൽ 4,16,000-ലധികം ഇലക്ട്രിക് പാസഞ്ചർ വാഹനങ്ങളുടെ വിൽപ്പനയാണ് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ BYD നേടിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 39% വർധനവാണിത്. BYDയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊതുവെ ടെസ്ലയേക്കാൾ വില കുറവാണെന്നതും വിൽപ്പന കുറയാൻ കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവിധ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 ഇന്ന് ഡൽഹിയിൽ തുടക്കം. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള 16 സ്റ്റാർട്ടപ്പുകൾ 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന 3 ദിവസത്തെ പരിപാടി ശനിയാഴ്ച സമാപിക്കും. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷവും നയങ്ങളും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭിന്റെ 2ാം പതിപ്പാണിത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിലാണ് സംഘാടനം. സ്റ്റാർട്ടപ്പ് മഹാകുംഭിന് നാഷണൽ സ്റ്റാർട്ടപ്പ് അഡ്വൈസറി കൗൺസിൽ, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർണൽ ട്രേഡ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയുണ്ട്. ആഗോളതലത്തിലുള്ള യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US തീരുവകൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയെ ഹ്രസ്വകാലത്തേക്ക് ബാധിക്കുമെന്ന വിദഗ്ധർ. എന്നാൽ ചെലവ് സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് നേട്ടമാണുള്ളതെന്നും വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയിൽ നിന്ന് US-ലേക്കുള്ള പാദരക്ഷകൾക്കും വസ്ത്രങ്ങൾക്കും തീരുവ ഏർപ്പെടുത്തുന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ്. ഇവ കുറഞ്ഞ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകളാണ്. ഇത് ഹ്രസ്വകാലത്തേക്ക് വില നിർണ്ണയത്തെയും ഡിമാൻഡിനെയും ബാധിക്കുമെന്ന് അപ്പോളോ ഫാഷൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഷിറാസ് അസ്കരി പറഞ്ഞു. അതേസമയം ഇപ്പോൾ ഇതിലും ഉയർന്ന താരിഫ് നേടുന്ന വിയറ്റ്നാം, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോഴും ആപേക്ഷികമായി ചെലവിൽ നേട്ടമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശ്, വിയറ്റ്നാം, കംബോഡിയ, ശ്രീലങ്ക, ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി തുണി കയറ്റുമതിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ മത്സരിക്കുന്നു. എന്നാൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയേക്കാൾ കൂടുതൽ നികുതിയാണ് US ചുമത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശ് 37, വിയറ്റ്നാം 46, കംബോഡിയ 49, പാകിസ്ഥാൻ 29, ചൈന 34, ശ്രീലങ്ക 44 എന്നിങ്ങനെയാണ് നികുതി ശതമാന കണക്കുകൾ. ചൈനയ്ക്ക് നേരത്തെ തന്നെ 20% നികുതി ചുമത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് $36 ബില്യൺ വില വരുന്ന തുണിത്തരങ്ങൾ US വാങ്ങുന്നുണ്ട്. ഈ സാഹചര്യം ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് US-ലെ വിപണി വിഹിതം പിടിച്ചെടുക്കാനും വർദ്ധിപ്പിക്കാനും അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. BSNL-ന് 5G സ്പെക്ട്രം അനുവദിച്ച് കേന്ദ്രം. സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ലേലത്തിൽ 5G സ്പെക്ട്രം വിറ്റ അവസരത്തിൽ തന്നെ BSNL-നായുള്ള 5G സ്പെക്ട്രം മാറ്റിവെച്ചതായി സർക്കാർ അറിയിച്ചിരുന്നു. BSNL ഒഴികെ മറ്റ് ടെലികോം കമ്പനികളെല്ലാം നേരത്തെ തന്നെ 4G അവതരിപ്പിച്ചിരുന്നു. ആദ്യം 4G, അതിനുശേഷം 5G എന്നതായിരുന്നു BSNL-ന് മുന്നിലുള്ള കടമ്പ. എന്നാൽ 5G രാജ്യവ്യാപകമായി എത്തിക്കുകയും ചെയ്ത ഘട്ടത്തിൽ പോലും BSNL-ന് കാര്യമായ 4G ടവറുകൾ ഇല്ലാതിരുന്നത് കടുത്ത വെല്ലുവിളിയായി. എന്നാൽ ഇപ്പോൾ TCS-ന്റെ നേതൃത്വത്തിൽ ലക്ഷ്യമിട്ട 1 ലക്ഷം 4G ടവറുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് BSNL അടുത്തു. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് 5G ആരംഭിക്കുമെന്ന് BSNL പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള പരീക്ഷണങ്ങളും തെരഞ്ഞെടുത്ത സർക്കിളുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. 5G വ്യാപനത്തിന് നിർണായകമായ 700 MHz, 3300 MHz പോലുള്ള പ്രീമിയം ബാൻഡുകൾ BSNL-ന് സ്വന്തമായിരിക്കുന്നു. BSNL 5G വ്യാപനം ആദ്യം ഡൽഹിയിൽ തുടങ്ങാനും തുടർന്ന് രാജ്യവ്യാപകമായി എത്തിക്കാനുമാണ് ശ്രമം. ഇതിനു മുമ്പായി തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ 5G പരീക്ഷണങ്ങൾ നടത്താനും കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.